നമ്മൾ ഇപ്പോൾ സാധാരണ ഞാനൊരു വിഷയത്തിനെ കുറിച്ച് ആസ്പദമാക്കിയിട്ട് പറയാൻ കാരണം നമുക്ക് ഈ പ്രസവം ഗർഭകാലവും പ്രസവവും ഗർഭകാലത്ത് നമ്മൾ സ്വാഭാവികമായി കാണുന്ന ഒരു പുതിയ സംവിധാനം അത് കഴിഞ്ഞൊരു 15 വർഷമായി കാണുന്ന എല്ലാവരും നേരെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അവർ 4 സ്കാൻ ചെയ്തു, പിന്നെ കുറേ രക്തപരിശോധന നടത്തി, പിന്നെ കുറേ വൈറ്റമിൻ ഗുളിക കൊടുത്തു, അയൺ ടാബ്ലറ്റ് കൊടുത്തു, അയൺ ഫോളിക് ആസിഡ് കൊടുത്തു. അങ്ങനെ ഇവരൊരു രോഗിയായി ചിത്രീകരിച്ച് അതൊരു വാണിജ്യവൽക്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഒരു സുഖപ്രസവത്തിനുള്ള കാരണങ്ങൾ തേടുന്നതിന് പകരം എങ്ങനെയൊക്കെ സിസേറിയൻ ചെയ്യിക്കാൻ പറ്റും എന്നതാണ് ഒരു ഗൈനക്കോളജിസ്റ്റും അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഹോസ്പിറ്റലും ചിന്തിക്കുന്നത്. ഇത് നമുക്ക് സ്ത്രീകൾക്കുള്ള ഒരു വലിയൊരു ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് പിൽക്കാലത്ത് വരുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കീറാനുള്ളൊരു അവസരത്തിന് മുമ്പായിട്ട് കീറാത്ത രൂപത്തിൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, അതാണ് നമ്മൾ നാട്ടുവൈദ്യത്തിലൂടെ നമ്മൾ തേടേണ്ടത്. അപ്പം ഞാൻ പലപ്പോഴായിട്ടും ഞാൻ എൻ്റെ ഭാര്യക്കും കുട്ടികൾ ജന്മം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്ഥിരമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കിടയിലും രോഗികൾക്കിടയിലും എന്നെ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ ഞാനത് നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രയോഗം ഞാൻ പറയാം. 3 കുറുന്തോട്ടിയുടെ വേര്. കുറുന്തോട്ടി നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട്. ചെറിയ ഒരു ഭീഷണിയൊക്കെ അതിനുണ്ടെങ്കിൽ തന്നെയും അത് വംശനാശ ഭീഷണി നേരിടാത്ത ഒരു ഔഷധമാണ്. ആവണക്ക്, കുറുന്തോട്ടി, കറുകപ്പുല്ല്, തൊട്ടാവാടി, അങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നാട്ടിൽ എല്ലായിടത്തും സാർവത്രികമായി കിട്ടുന്ന സാധനമാണ്. കുറുന്തോട്ടി അതിൽ പെട്ട സാധനമാണ്. ബല എന്ന് പറയും, ബലാരിഷ്ടത്തിൻ്റെ ബല. അശ്വഗന്ധാരിഷ്ടത്തിൽ നല്ലോണം ചേരുന്നൊരു കുറുന്തോട്ടി. അപ്പോൾ ഈ കുറുന്തോട്ടിയുടെ വേര് സമൂലം എന്ന് പറയുന്നില്ല, വേരിൻ്റെ മുകളിൽ നിന്ന് ഒരു ചാണം കൂടി നമുക്ക് മുകളിലോട്ട് അനുവദനീയമാണ്, വേരിൻ്റെ ഭാഗമായി പരിഗണിക്കാം. അങ്ങനെ കുറുന്തോട്ടി വേരെടുക്കാൻ നോക്കുമ്പോൾ കുറച്ച് നനച്ച് ഒന്ന് വട്ടക്കറക്കി പതുക്കെ വലിച്ചെടുക്കുമ്പോൾ അത് പൂർണ്ണമായി കിട്ടൂലെങ്കിലും അത് 3 വേര്, കുറുന്തോട്ടിയുടെ വേര് 3 ചെടിയുടെ വേര് എടുത്ത് നല്ലോണം കഴുകുമ്പോൾ ഉരച്ച് കഴുകരുത്. കുറുന്തോട്ടിയുടെ വേരുമ തൊലി അത് വലിയൊരു ഔഷധമാണ്. അത് നഷ്ടപ്പെടാത്ത രൂപത്തിൽ വേണം കഴുകാൻ. നല്ലോണം നുറുക്കിയെടുത്ത് ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ തിളപ്പിക്കുക. 3 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കുന്ന സമയത്ത് അത് 1 കപ്പായി ചുരുങ്ങും. വറ്റിക്കുക എന്ന് തന്നെ പറയാം. അത് കപ്പായി ചുരുങ്ങുന്ന സമയത്ത് ഈ കുറുന്തോട്ടിയുടെ വേരിലേക്ക് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുക. അപ്പം 3-1 ചുരുങ്ങി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് വീണ്ടും കുറുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ 2 രൂപം ചെയ്യാം. ഒന്ന്, ആ ആദ്യത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചണ്ടി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ പാലിൽ തിളപ്പിച്ചതിന് ശേഷവും ചണ്ടി കളയാം. ഏതാണ് ഉചിതം? രണ്ടും നല്ല തന്നെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മൾ വേവിച്ചതിന് ശേഷം 1 കപ്പായി ചുരുങ്ങുമ്പോൾ ഈ പാലിലേക്ക് കുറുന്തോട്ടിയുടെ ഔഷധവീര്യത്തെ ആവാഹിച്ചെടുക്കുന്ന ഒരു വിദ്യയാണ് കുറുക്ക് വിദ്യ. ഇത് 1/2 കപ്പ് വീതം കാലത്തും വൈകിട്ടും കഴിക്കുന്നതോടൊപ്പം ഒരു മഹാദാനന്തരം ഗുളിക, ദാനന്തരം ഗുളികയും കുഴപ്പമില്ല, മഹാദാനന്തരം ഗുളിക 1 വീതം 2 നേരം ഈ ഗർഭം അറിഞ്ഞ കാലം മുതൽ തന്നെ നമുക്ക് 5-ാം മാസം, 6-ാം മാസം, 7-ാം മാസം, 8-ാം മാസം ഒക്കെ കൊടുക്കാം. 8 മാസം വരെ കൊടുത്താലും യാതൊരു ദോഷമില്ല. ഇത് കൊടുക്കുന്നത് കുറുന്തോട്ടി പാൽ കഷായം എന്ന് പറയും. ഇത് കുറുന്തോട്ടി ഇങ്ങനെ കഴിക്കുന്നതോടുകൂടി ആരും അറിയാതെ ഈ സ്ത്രീ പ്രസവിക്കും എന്നതാണ് ശാസ്ത്രവിധി. അത് അനുഭവവിധി അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അനുബന്ധമായ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഈ വിഷയം നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കാം. നൗഷാദ് വൈദ്യർ പറഞ്ഞതല്ല, പൂർവിക മതാചാര്യ പ്രകാരവും നമ്മുടെ മുത്തശ്ശി വൈദ്യവും കൽപ്പിതമായ ഒരു നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നതിനൊപ്പം അവർക്ക് സമീകൃതമായ രക്തവർദ്ധനവിനുള്ള ചീര, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഗർഭിണികൾക്ക് കൊടുക്കേണ്ടതാണ്. അയൺ ഫോളിക് ആസിഡ് ഒരിക്കലും കൊടുക്കുന്നത് വലിയ അഭികാമ്യമല്ല. അയൺ ഫോളിക് ആസിഡ് എന്ന സാധനം ഫെറിക് അമോണിയം സിട്രേറ്റും ഈ ഫെറിക് അമോണിയം സിട്രേറ്റും ഈ അയൺ ഫോളിക് ആസിഡും നമുക്ക് കഴിക്കുന്നതോടുകൂടി യൂറിനിൽ തന്നെ അത് പുറന്തള്ളപ്പെടുന്നത് നമുക്ക് മൂത്രത്തിൽ നിന്ന് വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അതിനേക്കാൾ നല്ലത് ഈ രീതിയിലുള്ള നമുക്ക് തവിട് കിട്ടുന്നില്ലെങ്കിൽ അത് ജൈവ കൃഷി ഉണ്ടെങ്കിൽ മാത്രമേ തവിട് ഉപയോഗിക്കാൻ പാടുള്ളൂ. തവിട് വെച്ചിട്ട് നമുക്ക് തവിട് കൊണ്ട് എള്ളുണ്ട പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എള്ളും തവിടും ചേർത്തിട്ട് ഈ
ഗർഭിണിക്ക് കൊടുക്കാവുന്നതാണ്. രക്തവർദ്ധന ഉണ്ടാവും. അപ്പം അത് അങ്ങനെയുള്ള ഒരു രക്തവർദ്ധനയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. പിന്നെ പ്രസവശേഷമാണ് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ സ്ത്രീകളെ പരിചരിക്കുന്നത്. ശരിക്കും പ്രസവത്തിലല്ല പരിചരിക്കുന്നത്, ഗർഭത്തിലാണ് പരിചരണം കൊടുക്കുന്നത്. ഗർഭാവസ്ഥയിലാണ് സ്ത്രീക്ക് ആവശ്യമായ നമുക്ക് കാൽസ്യം, അപ്പോൾ കുട്ടി വളർച്ചയിൽ പ്രാപിക്കുമ്പോൾ 6-ാം മാസം മുതൽ കുട്ടിക്ക് എല്ലിൻ്റെ ആവശ്യത്തിലേക്കുള്ള കാൽസ്യം ഈ മാതാവിൽ നിന്ന് എടുക്കും. മാതാവിന് ആവശ്യത്തിന് കാൽസ്യം ഇല്ലെങ്കിൽ കുട്ടി ആവശ്യത്തിലേറെയുള്ള കാൽസ്യം ഈ മാതാവിൽ നിന്ന് ശരീരത്തിൽ നഷ്ടപ്പെടുമ്പം അവർക്ക് മസിൽ ക്രാമ്പിങ് ഉണ്ടാവും, പല്ല് കടച്ചിലുണ്ടാവും, പല്ലിനൊക്കെ വേദന എടുക്കും, മുടി കൊഴിയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കാൽസ്യത്തിന് ആവശ്യമായ രീതിയിൽ കാൽസ്യം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ മുള്ളുള്ള മത്സ്യങ്ങൾ ഈ ഗർഭിണി കൊടുക്കേണ്ടതാണ്. മുള്ളുള്ള മത്സ്യം കൊടുക്കണം. അതിന് ഞണ്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, അറിയാം, ചില ആൾക്കാർ കഴിക്കില്ല. ഞണ്ട് അങ്ങനെ കാൽസ്യം അധികമുള്ള സാധനങ്ങൾ, ഷെൽ ഫിഷുകൾ കൊടുക്കണം. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിച്ചെടുക്കുക വേണ്ടത്. ഇതെല്ലാം ചെയ്ത് നമുക്ക് അവർക്ക് നല്ല രീതിയിൽ സാധാരണ പ്രസവം നടക്കുന്നതായിരിക്കും. പ്രസവം, ഗർഭാവസ്ഥയും പ്രസവം ഈ രണ്ടും ഒരു രോഗമായിട്ട് ഒരിക്കലും കാണരുത്. അത് രോഗമേ അല്ല. അതിന് രോഗമായി ചിത്രീകരിച്ച് അതിന് അങ്ങനെയുള്ളൊരു മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യമുണ്ട്, ഒരു 10,000-3,000 രൂപേൻ്റെ മരുന്നും ടോണിക്കും എല്ലാം കൂടി കെട്ടിപ്പേറി കഴിയുമ്പോൾ കൊടുക്കും. അതൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടെ ടാർഗറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്നൊരു വൃത്തികെട്ട കച്ചവട തന്ത്രമാണ്. ഞാൻ ചില ഹോസ്പിറ്റലിലൊക്കെ കാണാറുണ്ട്, രോഗികളുണ്ടാവും ഒരു വലിയ കവറിലൊന്ന് താങ്ങി പിടിച്ചിട്ട് ഗർഭിണിക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും പുതിയതായ രീതിയിലൊരു ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. അതിലൊന്നും നിങ്ങളാരും വീഴരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ പൂർവികമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും കുഴമ്പുകളും ഒക്കെ നിങ്ങൾ കൊടുക്കുക. അതിനെതിർത്തായിട്ട് പ്രൊപ്പഗൻഡിങ് എഗെയിൻസ്റ്റ് ട്രഡീഷണൽ വൈദ്യാസ് അങ്ങനെ ഇതിലൊരു പല ഡോക്ടർമാരും പറയുന്നുണ്ട്, അത് എണ്ണ തേച്ച് കുളിക്കരുത്, സ്റ്റിച്ച് ഉണങ്ങൂല, അരിഷ്ടം കുടിക്കരുത്, വയറിന് കേടാവും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊന്നും നിങ്ങൾ വഴങ്ങരുത്. നാട്ടുവൈദ്യത്തിൻ്റെ ദോഷങ്ങളും ഗുണങ്ങളെയും കുറിച്ചിട്ട് ആധികാരികമായി പഠിക്കാത്ത അലോപ്പതി ഡോക്ടർമാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് മുറി വൈദ്യമാണ്. അത്തരം ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല. നാട്ടുവൈദ്യം നിങ്ങൾക്ക് ഒരു നിലക്കും ദോഷം ചെയ്തിട്ടില്ല. ഈ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വരദാനമായി നൽകിയ ഈ ചികിത്സാ ശാസ്ത്രത്തെ ആര് തന്നെ എതിർത്താലും ശരി, നിങ്ങളതിനെ മുഖവിലക്കെടുക്കരുത്. അതിന് ശക്തമായ മറുപടി നിങ്ങൾ പറഞ്ഞേക്കാൻ ചെയ്യണം. നമ്മൾ ഇപ്പോൾ സാധാരണ ഞാനൊരു വിഷയത്തിനെ കുറിച്ച് ആസ്പദമാക്കിയിട്ട് പറയാൻ കാരണം നമുക്ക് ഈ പ്രസവം, ഗർഭകാലവും പ്രസവവും